ഒരു 20 വയസ്സിന് താഴെയുള്ള എൻ്റെ കുഞ്ഞനിയന്മാരായ അർജന്റീന ഫാൻസുമാണ്. നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ഫാൻസ്. നിങ്ങളെ ലൈഫ് ടൈമിൽ നിങ്ങളെ ക്യാപ്റ്റൻ എന്തൊക്കെയോ ഉയർത്തി നിങ്ങൾ കണ്ടു. അതായത് 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസിമ, ഒരു വേൾഡ് കപ്പ്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഒരു വേൾഡ് കപ്പ് കൂടി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നാളത്തെ റിസൾട്ട് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടാൻ പോകുന്ന ആരെടുത്തുനിന്നാണ്? ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, പിന്നെ നമ്മൾ ബ്രാസീൽ ഫാൻസ് എന്ന് വിളിക്കുന്ന ടീമിൻ്റെ കളി തോറ്റാൽ എന്തായാലും ട്രോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ 20 വയസ്സെന്ന് പറയുമ്പോൾ 2006 നിങ്ങൾ ജനിച്ചെന്ന് വിചാരിച്ചു. ഈ ഒരു 20 വർഷത്തിൽ അർജന്റീന എന്ത് നേടി, ഈ പറഞ്ഞ 2 ഫാൻസിൻ്റെ ടീം എന്ത് നേടി എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ബ്രസീലിനാകുള്ളത് 2 കോപ്പ അമേരിക്കയാണ്. നമുക്ക് എന്താ ഉള്ളത്? 2 കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ്, ഒരു ഫൈനലിസിമ. ഇതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 3 വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചിട്ടുണ്ട്, 5 കോപ്പ അമേരിക്ക ഫൈനൽ കളിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ ഫാൻസിനാണ് എന്താ ഉള്ളത്? ഒരു യൂറോ കപ്പും 2 നാഷൻസ് ലീഗും. നിങ്ങളെ ക്യാപ്റ്റൻ HD 4K 8K ക്ലാരിറ്റിയിൽ വേൾഡ് കപ്പ് പോക്ക് നിങ്ങൾ കണ്ടിട്ട് മെസ്സി ഇന്നൊരു ഫുൾ ടീം മെമ്പേഴ്സിന്റെ കൂടെയുള്ള ഒരു ചിത്രം പങ്കുവച്ചിട്ട് മെസ്സി പറഞ്ഞതെന്ന് അറിയോ? കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അതിൽ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. നമ്മൾ ഇതിനകം ഓൾറെഡി ചരിത്രം സൃഷ്ടിച്ച് കഴിഞ്ഞു, അതും ആർക്കും വായിച്ചു കളയാൻ പറ്റാത്ത ചരിത്രം. ഇത് മാത്രം നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ചാമ്പ്യന്റെ മനസ്സ്. അതുകൊണ്ട് ഇന്ന് രാത്രി തോറ്റാൽ നിങ്ങളെ മനസ്സ് ഒരിക്കലും തളരരുത്. 98 2002 മുതൽ വേൾഡ് കപ്പ് കാണാൻ തുടങ്ങി എന്നെ പോലത്തെ ആൾക്കാർക്ക് തോൽവി ഒരു വിഷയമല്ല. ഞങ്ങൾ തോൽവികളും ഒരുപാട് ട്രോളുകളും കണ്ടു വളർന്ന ആൾക്കാരാണ്. എനിക്ക് നിങ്ങളെ പ്രായത്തിലുള്ള ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് പേടി. ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഒരു സ്റ്റേഡിയത്തിന് പറ്റിയാണ്. മെറ്റ്ലൈഫ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് ബ്രസീലിനെതിരെ ഒരു ഒറ്റ പ്ലെയറെ ഹാട്രിക് അടിച്ചിട്ടുള്ളൂ. അത് മെസ്സിയാണ്. അത് ഈ സ്റ്റേഡിയത്തിൽ നിന്നാണ്. മെസ്സിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന ഉണ്ടായതും ഇവിടെ നിന്നാണ്, ഈ സ്റ്റേഡിയത്തിൽ നിന്നാണ്. 2016 കോപ്പ സെന്റനാരിയോ ഫൈനലിൽ മെസ്സി പെനാൽറ്റി പുറത്തേക്ക് അടിച്ച് അർജന്റീന തോറ്റതിന് ശേഷം മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഈ സ്റ്റേഡിയത്തിലെ കളിക്ക് ശേഷമാണ്. മെസ്സി തിരിച്ചു വന്ന് എഴുന്നേറ്റ് 2 കോപ്പ അമേരിക്ക അടിച്ചു, ഫൈനലിസിം അടിച്ചു, ഒരു വേൾഡ് കപ്പ് അടിച്ചു. അത് നമ്മൾ അടുത്ത വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ വേണ്ടി പോകും. ഈ സ്റ്റേഡിയം നമുക്ക് ഫൈനൽ കളിക്കുന്ന ഒരു സ്റ്റേഡിയം മാത്രമല്ല, ഒരു പരാജയത്തെ ചരിത്രമാക്കിയ മനുഷ്യന്റെ കഥ കൂടിയാണ് ഈ ഒരു സ്റ്റേഡിയം. സ്പെയിനിന് എല്ലാവിധ ബഹുമാനങ്ങളുണ്ട്, പക്ഷേ ആ ഒരു കപ്പ് ഉയർത്തുമ്പോൾ അവസാന പുഞ്ചി അത് ഒരിക്കൽ കൂടി മെസ്സിൻ്റെതാവണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാം പടച്ചൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ കഴിഞ്ഞിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.